വേണമെങ്കിൽ ഈ കഥയ്ക്ക് അമ്മായി അമ്മയുടെ 10 കൽപ്പനകൾ എന്ന് പേരിടാം. പക്ഷെ 10ആണോ 10,000ആണോ 5ആണോ എന്ന് കേട്ടെങ്കിൽ മാത്രമേ അറിയൂ. മാഡം, എൻ്റെ പേര് ഋദീപ്. യഥാർത്ഥ പേരല്ല. എൻ്റെ 25ാമത്തെ വയസ്സിലാണ് എനിക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് 28 വയസ്സ്. നല്ല സാലറി അന്ന് മുതലേ ഉണ്ട്. നല്ല സേവിങ്സുമുണ്ട്. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഫാമിലിയാണ് ഞങ്ങൾ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും പണ്ട് തൊട്ടേ ഫാമിലി മൂല്യങ്ങൾ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും വളരെ സുന്ദരിയായ, അതീവ സുന്ദരിയായ ഒരു ഭാര്യ വരും. അങ്ങനെ ആ ഭാര്യയുടെ കൂടെ ജീവിതം നല്ല സന്തോഷകരമായി മുന്നോട്ട് പോകും. എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം നല്ല സ്നേഹത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ചേച്ചിയും ഭർത്താവും അങ്ങനെ തന്നെ. അവർക്ക് കിട്ടിയതുപോലെയുള്ള ഒരു ദാമ്പത്യം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പെണ്ണ് സുന്ദരിയായിരിക്കണം. സൗന്ദര്യത്തിൽ ഒരു രീതിയിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രാജകുമാരിയെ പോലെ തന്നെ ഇരിക്കണം. ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ പ്രേമിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പ്രേമിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ പണ്ടത്തെ മൂല്യങ്ങൾക്ക് എതിരാകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ കമ്പനിയിൽ ചേർന്ന് 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടി വന്നു. അവൾ ഞാൻ വിചാരിച്ച എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ മനസ്സ് അപ്പം തന്നെ അവളിൽ വീണുപോയി. എനിക്കാണെങ്കിൽ അവളോട് ഒടുക്കത്തെ പ്രേമം. അവളാണെങ്കിൽ എന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അവിടെ ധാരാളം ആൺകുട്ടികളുണ്ട്. അവർക്കെല്ലാം അവളോട് ഭയങ്കര ആരാധനയാണ്. ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ പുറകെ നടക്കും. പക്ഷേ അവളും എൻ്റെ ടൈപ്പാണെന്ന് തോന്നുന്നു. ആരോടും മിണ്ടുകയോ അല്ലെങ്കിൽ വീഴുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ അത്ര വലിയ മോഡേൺ സെറ്റപ്പിലും അവൾ അൾട്രാ മോഡേൺ ഒന്നുമല്ല. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും നല്ല പാകതയുള്ള ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് ചേരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രേമം പോയി പറയാൻ എനിക്ക് പറ്റില്ല. കാര്യം ഞാൻ ആരെയും പ്രേമിക്കുന്നതായിട്ട് എനിക്ക് പോലും വിശ്വാസമില്ല. അപ്പോൾ എങ്ങനെ നടക്കും ഈ കല്യാണം? ഞാനാണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഇതേപോലെ നല്ലൊരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന്. നിനക്ക് അവളോട് പ്രേമമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രേമമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു പെൺകുട്ടിയാണ്, എൻ്റെ കൺസെപ്റ്റിൽ പെട്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ വിവാഹാലോചന ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓഫീസിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് അവിടെ കിംവദന്തി പരന്നു. പക്ഷേ അതെന്ത് ചെയ്യാനാണ്? സ്വാഭാവികമായിട്ടും ആരും സംശയിച്ചു പോകും. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ ചെന്നു. പെണ്ണിൻ്റെ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. അച്ഛൻ മരിച്ചുപോയി. ഒരു സഹോദരിയുണ്ട്. ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണെന്നാണ് പറഞ്ഞത്. വലിയൊരു ബംഗ്ലാവ് പോലെയാണ് അവിടെ വീട്. അമ്മായിമ്മയാണെങ്കിൽ അതിസുന്ദരി. സീരിയലിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന താരത്തെ പോലെ 3-4 മാലയൊക്കെ ഇട്ട് നല്ല വെളുത്ത് തുടുത്ത് നിൽക്കുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെ സ്വയം ഒരസൂയ തോന്നി. ഞാനിങ്ങനെ അല്ലല്ലോ. ഈ സ്ത്രീയാണെങ്കിൽ സിനിമ നടിയെ പോലെ ഒരുങ്ങി നിൽക്കുന്നു എന്നൊക്കെ അമ്മ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു. പക്ഷേ എങ്കിലും അമ്മയ്ക്ക് പെൺകുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു. കൊള്ളാവടാ, സൂപ്പർ സുന്ദരി. ആ അമ്മയുടെ എല്ലാ ഗുണവും അവർക്ക് കിട്ടിയിട്ടുണ്ട് സൗന്ദര്യത്തിൽ. പക്ഷേ നിൻ്റെ അമ്മായിയമ്മയെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ അമ്മേ? ഒരു പ്രത്യേക ടൈപ്പാണെന്ന് തോന്നുന്നു. അവർ ഭർത്താവൊക്കെ മരിച്ച സ്ത്രീയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്ര ഒരുങ്ങി നിൽക്കുന്നത്? അതമ്മേ, ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണോ? അവർക്ക് ഒരുങ്ങാൻ പാടില്ലേ? നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും ആർക്കും വിവാഹത്തിന് യാതൊരു വിരോധവുമില്ല. എൻ്റെ വൈഫിനും എന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞു. പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ചു. കല്യാണത്തിന് 2 ആഴ്ച ബാക്കിയുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഓഫീസിൽ ഡ്യൂട്ടിയുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ വിളിച്ചു. മോനെ, ഇന്ന് ഹാഫ് ഡേ ലീവ് എടുക്കാമോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 പേരും കൂടെ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് വരാമെന്ന്. അവൾ ലീവ് എടുക്കണ്ട, അവൾ ജോലി ചെയ്യട്ടെ. മോനാണെങ്കിൽ ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഈ വീട്ടിലേക്കൊന്ന് വരണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. കല്യാണം എല്ലാം മുടക്കാനുള്ള പ്ലാൻ ആയിരിക്കുമോ? എനിക്ക് ടെൻഷൻ കയറി. ഭാവി വധുവിനോട് പറയാതെ വേണം ഞാൻ വീട്ടിൽ ചെല്ലാൻ എന്ന് പറഞ്ഞതും എനിക്ക് ആകാംക്ഷ വർദ്ധിച്ചു. അങ്ങനെ ഞാൻ അവളോട് പറയാതെ ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് ഒരാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മയുടെ അടുത്ത് ചെന്നു. അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ഇത് ഒരു ഇൻ്റർവ്യൂ ആയിട്ടോ ഒരു അഭിമുഖമായിട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷനായിട്ടോ നീ എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ വിധവയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ ഒരുങ്ങി നടക്കുന്നതെന്ന് പലർക്ക് സംശയം കാണും. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചവളാണ്. ഇവിടുത്തെ കൾച്ചർ എനിക്കിഷ്ടമാണ്. അത് ഞാൻ അനുകരിക്കുന്നുണ്ടെങ്കിലും
എൻ്റെ മനസ്സിനുള്ളിൽ മോഡേൺ കൾച്ചറുമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് തുറന്ന് സംസാരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്ന ഒരാളാണ്. എന്നെ അധികം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അമ്മയാര് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നു? ഞാൻ ഇനി നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അമ്മ ചോദിക്കാം. നിനക്ക് ഇതിനു മുമ്പ് എത്ര പെണ്ണുങ്ങളുമായി പ്രേമമുണ്ടായിരുന്നു? അമ്മേ, ഞാനിതുവരെ പ്രേമിച്ചിട്ടില്ല. അതെന്താ നീ പ്രേമിക്കാതിരുന്നത്? അത് പിന്നെ എൻ്റെ വീട്ടുകാർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അവർക്ക് ഫാമിലി കൾച്ചർ, സദാചാരം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രേമിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ് എനിക്കൊരു കൺസെപ്റ്റ് ഇല്ല. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ പ്രേമിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. അത് കൊള്ളാം, കേട്ടിട്ട് നല്ല ഐഡിയ ആണ്. മോഡേൺ കൾച്ചറിൽ ഇല്ലാത്തൊരു പോയിന്റാണ് നീ പറഞ്ഞത്. ശരി, പ്രേമമൊന്നും നിനക്കില്ല. എന്നാൽ നീ വർക്ക് ചെയ്യുന്ന IT ഫീൽഡിൽ എങ്ങനെയാണ് നിന്റെ സ്വഭാവം? പാർട്ടിയുണ്ടോ? അവിടെ പോകുമ്പോൾ അന്യ സ്ത്രീകളെ കാണാറുണ്ടോ? അവരുടെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടോ? മറ്റനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൺസെപ്റ്റ്. നിനക്കപ്പം ഒരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. അതെ അമ്മേ, എനിക്കൊരു അനുഭവങ്ങളും ഉണ്ടായില്ല. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോഴേക്കും നീ റോക്കറ്റോ അല്ലെങ്കിൽ മുകളിലേക്ക് എന്തെങ്കിലും വിടാറുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. അവരെങ്ങനെ തുറന്നു ചോദിക്കുമെന്ന് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. അമ്മ ഉദ്ദേശിക്കുന്നത് സ്വയം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. എത്ര വയസ്സിൽ തുടങ്ങി? ഞാൻ പറഞ്ഞു, അത് ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴാണ്. അതെങ്ങനെയാണ്? അതിന് ഒരു പാറ്റേൺ ഉണ്ടോ? ഡെയിലി ആണോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇങ്ങനെയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും. എന്താടാ വല്ലപ്പോഴും? വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എണ്ണമില്ലേ? പറ, മാസത്തിൽ എത്ര തവണ? ഒരു 7-8 തവണ. അത് കുഴപ്പമില്ല, അത് ഹെൽത്തിയാണ്. ഞാൻ ഇതൊക്കെ ചോദിക്കുക എന്താണെന്ന് അറിയാമോ? ചില ആണുങ്ങളുണ്ട്, ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വെറുതെ നടക്കും. അവസാനം ആകുമ്പോഴേക്കും കാര്യമായ കാര്യം വരുമ്പോൾ ഭാര്യയുടെ അടുത്ത് നിന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെ ഒരു ഉണർവുമില്ല, ഉത്സാഹവുമില്ല. പാവം വരുന്ന പെൺകുട്ടികൾ ഇതൊക്കെ താങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഡെയിലിയും അതേപോലെ ശീലവുമുള്ള ആണുങ്ങളാണെങ്കിലേ അവന്മാർക്ക് ടൈം വളരെ കുറവായിരിക്കും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചു, അതെന്താ? എങ്ങനെ അറിയാം അമ്മയ്ക്ക്? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇത്രയും മോഡേൺ കൾച്ചർ ജീവിച്ചാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ നിന്നോട് ആദ്യത്തെ നിർദ്ദേശം പറയുകയാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഈ ഒരു കലാപരിപാടി നിർത്തണം. ഞാൻ പറഞ്ഞു, നിർത്താം അമ്മേ. ഇനി അടുത്തെൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴേക്കും ഈസി ആയിട്ട് പുറകോട്ട് മാറുമോ ഇല്ലയോ? അത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് പരിങ്ങി. എന്താണ് നീ പരിങ്ങുന്നത്? നിനക്ക് വ്യക്തമായ ഉത്തരമില്ലേ? നീ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വളരെ നോർമലാണ്. നിന്റെ ഷർട്ടിൻ്റെ സൈസ് എന്താണ്? ലാർജ്, സ്മോള്, മീഡിയം, XL എന്ന് പറഞ്ഞ് അവർ ആംഗ്യം കാണിച്ചത് ഷർട്ടിൻ്റെ സൈസ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ L എന്ന് കാണിച്ചു. അങ്ങനെ പറഞ്ഞാൽ പോരാ. നിന്റെ ഗ്യാലറിയിൽ എന്തെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടുക്കണം എങ്കിൽ നീ വീട്ടിൽ പോയിട്ട് എനിക്കൊരു പിക്ചർ അയക്കണം എന്ന് പറഞ്ഞു. അമ്മേ, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇപ്പം നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, പിന്നീട് നിനക്ക് ഇതൊക്കെ നന്നായി ഉപകരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുഖവരിയൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ കൾച്ചറും താങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സിലുള്ള വിശാലമായ കൾച്ചറിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. നീ ക്ഷമയോട് കേൾക്കുക, ഇല്ലെങ്കിൽ ഈ കല്യാണം നിർത്തുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ പറയുന്നത് എല്ലാം ഞാൻ കേൾക്കാം, എൻ്റെ ആവശ്യമാണല്ലോ. ആമുഖമായി ഞാൻ ഇത്രയും ചോദിച്ചു. ഇനി എനിക്ക് പറയാനുള്ള അടുത്ത നിർദ്ദേശം, എൻ്റെ മോളാണെങ്കിലേ പണ്ട് തൊട്ടേ ഇത്തിരി പേടിയുള്ളവളാണ്. എന്നെപ്പോലെയല്ല, കുറച്ച് നാണക്കാരിയാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പേടിയാണ്. വിവാഹത്തിന് ഓക്കെ ആണെങ്കിലും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആകെ പേടിയാണ്. നിന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇത്തിരി പേടി മനസ്സിലുണ്ട്. ഞാൻ പറയുകയാണ്, ആദ്യമേ ചാടി വീഴരുത്. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം. പിന്നെ അടുത്ത 5 വർഷത്തേക്ക് അവിവേകങ്ങൾ ഒന്നും കാണിക്കരുത്. അതായത് വിശേഷമുണ്ടാകരുത്. നിങ്ങൾ റിലാക്സ് ആയിട്ട് 5 വർഷം ജീവിക്കണം. അമ്മ അതെങ്ങനെയാ? അതൊന്നും എനിക്കറിയില്ല, ഈ കരാറിലുള്ളതാണ്. ഇനി അതിനിടയ്ക്ക് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മകളെ
പറഞ്ഞ് തിരിച്ച് നിങ്ങളുടെ വിവാഹമോചനം നടത്തും. അതുകൊണ്ട് 5 വർഷം നിങ്ങൾ രണ്ടുപേരും കൂടി മധുവിധുവിൻ്റെ മോഡിൽ തന്നെ ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അമ്മേ, ഇതൊക്കെ വളരെ വിചിത്രമായ കാര്യമല്ലേ? അതെ, വിചിത്രമായ കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പല കാര്യങ്ങളിലേക്കും എൻഗേജ്ഡായി, കുട്ടിയുണ്ടായി. എൻ്റെ ജീവിതം വളരെ വിരസമായി. പിന്നീടാണ് ഞാനൊന്ന് റിലാക്സ് ആയത് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ എൻ്റെ മകളെ തൽക്കാലം വിദേശ രാജ്യത്തേക്കൊന്നും കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ ഓക്കെ പറഞ്ഞത്. അതുകൊണ്ട് 5 വർഷം നിങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കുക, അത് കഴിഞ്ഞ് മതി. അതിനിടയ്ക്ക് അബദ്ധം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതുമാത്രമല്ല, എൻ്റെ മകൾക്ക് ആ കാര്യത്തിൽ പേടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഞാൻ പിരിക്കുമെന്ന് പറഞ്ഞു. അമ്മേ, എൻ്റെ സ്വഭാവം നിനക്കറിയില്ല. നല്ല രീതിയിൽ നിങ്ങൾ 5 വർഷം ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് അവൾ എല്ലാ കാര്യത്തിനും ഓക്കെ ആകും. വളരെ സ്ലോ ആയിട്ട് മാത്രമേ അവളുടെ മനസ്സ് പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് അവൾ. എൻ്റെ മോളല്ലേ, എനിക്കറിയാം. ശരി അമ്മേ, അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അമ്മയുടെ യഥാർത്ഥ മുഖം നീ തിരിച്ചറിയും. പിന്നെ ഒരാഴ്ച നിന്റെ വീട്ടിലും ഒരാഴ്ച എൻ്റെ വീട്ടിലുമായിരിക്കണം താമസം. നിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് എൻ്റെ മകൾ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അത് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ദിവസം ഇവിടെ വന്ന് നിൽക്കാമേ എന്ന് പറഞ്ഞു. അടുത്തത്, നീ ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴേക്കും ബെർമുടയോ അല്ലെങ്കിൽ 3/4 ഒന്നും ഇടാൻ പാടില്ല. അതെന്താ അമ്മേ? എനിക്കിഷ്ടമല്ല. പക്ഷേ അമ്മ മോഡേൺ കൾച്ചറിൽ ജീവിച്ചു വളർന്ന ഒരാളല്ലേ, ഇതല്ലേ കംഫർട്ടബിൾ. അതൊക്കെ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ വീട്ടിൽ നീ വരുമ്പോൾ ആണൊരുത്തനായിട്ട് ഇവിടെയുള്ളത് നീയാണ്. അതുകൊണ്ട് നീ ഇവിടെ കൈലിയോ കാവ്യമുണ്ടോ മാത്രമേ ഉടുത്ത് നടക്കാവൂ. അത് നീ സമ്മതിക്കണം. ബാക്കി ഏതെങ്കിലും രീതിയിലുള്ള കുട്ടിനിക്കറിട്ടുകൊണ്ട് ഇവിടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ചട്ടുകം പഴുപ്പിച്ച് ഞാൻ സമ്മാനം തരുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്താമ്മേ ഇങ്ങനെ വിചിത്രമായ കാര്യങ്ങൾ? അതങ്ങനെയാണ്. ഞാൻ പറഞ്ഞ പോലെ നിനക്ക് കേൾക്കാമോ, അതോ കല്യാണം മുടക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേൾക്കാം. ഞാനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരുന്നില്ല. ഒരു കാര്യം ചെയ്യേ, അമ്മ തന്നെ എനിക്ക് മുണ്ടും കാവ്യമുണ്ടും കയ്യിലൊക്കെ വാങ്ങിച്ചു വെക്കാം. അതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും നിനക്ക് വാങ്ങിച്ചു തരും. പിന്നെ ഇവിടെ വരുമ്പോൾ നീ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ബ്രാൻഡിലുള്ള കാര്യങ്ങളായിരിക്കണം. അതേത് ബ്രാൻഡ്? അതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോള് ആ ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് അവളുടെ ഭർത്താവും ആ ബ്രാൻഡ് ഉപയോഗിക്കണം. അല്ലമ്മേ, അമ്മ നേരത്തെ വാങ്ങി വെക്കാൻ എൻ്റെ കറക്റ്റ് പാകമായ അളവൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആര് പറഞ്ഞു? നിന്നെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. ഇത്ര സെൻറ്റിമീറ്റർ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് കറക്റ്റാണ്. അമ്മ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്? എടാ, ഒരു സ്ത്രീ ശരിക്കും ഒരാളെ നിരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ എല്ലാ വിവരങ്ങളും കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു 10 ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. നിൻ്റെ കയ്യിൽ തന്നു വിടാം. നീ കല്യാണത്തിന് തലേന്ന് മുതൽ അതേ ഉപയോഗിക്കാവൂ. എൻ്റെ മോൾക്ക് അതാണിഷ്ടം. അല്ലാതൊന്നും അവളുടെ മുന്നിൽ നീ ഒരിക്കലും ഇട്ടോണ്ട് ചെല്ലരുത്. അതെന്താ അമ്മ അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും അതും അവൾക്കും ഈ ബ്രാൻഡൊക്കെ പണ്ടേ കണ്ട് പരിചയമാണ്. അപ്പോൾ അവൾ ഉപയോഗിക്കുന്ന ബ്രാൻഡാണെങ്കിൽ നിന്നോട് അവൾക്ക് നല്ല താല്പര്യം തോന്നും, അല്ലെങ്കിൽ ലോക്കലാണെന്ന് തോന്നും. നിങ്ങളൊക്കെ ആസ്വദിച്ച് കാണുന്ന വീഡിയോസിലെ ആണുങ്ങൾ ഇട്ടിരിക്കുന്ന ബ്രാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പുറമെയുള്ള രാജ്യങ്ങളിലെ വീഡിയോ കാണുമ്പോഴേക്കും അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം ഞാനൊരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞു. അത് തന്നെ. അതുകൊണ്ട് അവൾക്ക് നിന്നെ കാണുമ്പോഴേക്കും ഒരു നല്ല ഇംപ്രഷൻ തോന്നണം. മൂത്ത കുല പഴുപ്പിക്കാൻ ഒരു ചണച്ചാക്കിൽ കെട്ടിവെച്ചാൽ പോരെ നീ ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ കൺസെപ്റ്റിൽ കുലയാണെങ്കിലും അത് പട്ടിട്ട് മൂടണം എന്നുള്ള റിച്ച് കൺസെപ്റ്റാണ്. ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായി. വളരെ വിചിത്രമായ മോഹങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടോ അമ്മേ? ഉണ്ട്. ഇനി ഒരു സ്പെഷ്യൽ ക്രീമുണ്ട്. അതും ഇമ്പോർട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ അടുക്കുന്ന നേരത്ത് ഉപയോഗിക്കണം. എൻ്റെ മോൾക്ക് ഒരു പ്രശ്നവും വരരുത്. ആദ്യത്തെ ഒരു 3 മാസമെങ്കിലും മസ്റ്റായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും കൂടുതൽ ഒരു രസം, അതിനൊക്കെ വേണ്ടിയിട്ട് ആ ക്രീം വളരെ നല്ലതാണ്. അത് എപ്പോഴും ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ എൻ്റെ മകൾക്ക് വിയർപ്പിൻ്റെ മണം, മറ്റ് ദുർഗന്ധങ്ങൾ ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാത്തിനും
പ്രത്യേകമായുള്ള ഒരു കെയർ നീ കൊടുക്കണം. എങ്കിൽ മാത്രമേ അവൾ നിന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ. അവളും അങ്ങനെ തന്നെയാണ്. അവൾക്ക് ആ കാര്യത്തിലൊക്കെ കുറച്ച് OCD ഉണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നീ എല്ലാം മനസ്സിലാക്കിയല്ലോ. ഇനിയിപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് പിണങ്ങും. രണ്ടുപേരും രണ്ട് തട്ടാകും പെട്ടെന്ന് എന്ന് പറഞ്ഞു. ഓക്കെ അമ്മേ, ഞാൻ പരമാവധി ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, നീ ഇത് അനുസരിക്കണം. പിന്നെ കാലാകാലങ്ങളിൽ അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ പലതും പറയാം. അപ്പോൾ നീ അങ്ങനെ പോയാൽ മതി. ഈ പറഞ്ഞതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ളല്ലോ. ഒരു മനുഷ്യൻ ഏറ്റവും നീറ്റായി നടക്കാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ അമ്മേ, അക്സെപ്റ്റഡ്. അങ്ങനെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഭാര്യയുടെ സ്വഭാവം അമ്മായിയമ്മ വാണിംഗ് ചെയ്ത പോലെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മുൻപേ അമ്മായിമ്മ പറഞ്ഞതിനെ ഒരു കുറ്റമായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അന്ന് വിചിത്രമായിട്ട് തോന്നിയെങ്കിലും ഇച്ചിരി OCD ഒക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ തമ്മിൽ നന്നായി പോയി. പിന്നെ ആദ്യമാണെങ്കിൽ കുറച്ച് മസിൽ പിടിച്ചെങ്കിലും പിന്നീട് അമ്മായിമ്മനോട് പറഞ്ഞു, എടാ 5 വർഷത്തേക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാം. നീ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന് കൺട്രോൾ ആകണ്ട എന്ന് പറഞ്ഞു. അതും റെഡിയാക്കി തന്നു. വിവാഹത്തിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ 2 ദിവസം വൈകി. അപ്പോൾ എന്നെ വിളിച്ചു. അയച്ചു തന്നാൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹം നിർത്തുമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് കഷ്ടപ്പെട്ട് അത് അയച്ചു കൊടുക്കേണ്ടി വന്നു. അതിന് ഒരു ലൈക്ക് ചിഹ്നം മാത്രമേ ഇട്ടുള്ളൂ. കൂടുതൽ ഒന്നും പറഞ്ഞില്ല. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നോന്ന് എനിക്കറിയില്ല. എങ്കിലും കല്യാണം നന്നായി നടന്നു. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ മാഡത്തിന് വിചിത്രമായി തോന്നാം, പക്ഷെ യഥാർത്ഥത്തിൽ നടന്നതാണ്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പം നിന്റെ പ്രശ്നം എന്താടാ എന്ന് ചിലപ്പോൾ മാഡം ചോദിച്ചേക്കും. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണ്. ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവളും അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാനും പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ഭാര്യ ആ സമയത്ത് ആക്റ്റീവായിരിക്കും. പക്ഷേ ഒരു കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ 1-2 വാക്കിൽ ഒതുക്കുന്നല്ലാതെ അമ്മായിമ്മ പറഞ്ഞതുപോലെ അവൾ ഒന്നിനെ പറ്റിയിട്ടും തുറന്നു പറയുകയില്ല. പിന്നീട് എന്തെങ്കിലും ഞാൻ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഉടനെ തന്നെ അവൾ അമ്മയോട് പോയി പറയും. ഉടനെ അമ്മായിമ്മയാണ് എന്നോട് പറഞ്ഞത്, ഡാ ഇന്നലെ ഉണ്ടായത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി അവൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭാര്യ അമ്മയോട് പറയും. അമ്മയാണ് എന്നോട് പറഞ്ഞത്. പലവട്ടം ഞാൻ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി, നിനക്ക് എന്തെങ്കിലും അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ഓക്കെ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെയാണ് എങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞുകൂടെ എന്ന്. അപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. അമ്മയോട് പോയി അവൾ എല്ലാം വിശദമായിട്ട് പറയും. അമ്മ എന്നോടെല്ലാം വിശദമായി പറയുകയും ചെയ്യും. 1 വർഷത്തോളം ഇങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയെ മെച്ചപ്പെടുത്താനൊന്നും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതിങ്ങനെ തന്നെ പോയിക്കോട്ടെ, ഇത് ഞങ്ങൾക്കിടയിലെ ഒരു സ്വകാര്യ വിഷയമായി ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. പിന്നെ ഒരു ദിവസം അമ്മായിമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അവളിപ്പോൾ പറയുന്നത് അവൾക്ക് ഡേറ്റ് വരുന്ന സമയത്ത് ഒരു 7-8 ദിവസം നീ അവളുടെ അടുത്ത് കാണുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല, ഇഷ്ടക്കേട് തോന്നുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവളുടെ കൂടെ ഇരിക്കുന്നത് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാമെന്ന്. നീ വീട്ടിൽ പോകണമെന്നൊന്നുമില്ല, അവളുടെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ അവളുടെ ഇഷ്ടം നീ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. ഒരു കാര്യം ചെയ്യേ, ഇവിടുത്തെ ഗസ്റ്റ് റൂമിൽ തന്നെ താമസിക്കണം. അവൾക്ക് നിന്നെ കാണണമെന്നുണ്ട്. പക്ഷേ അടുത്തൊക്കെ ഇരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇപ്പോൾ ഇറിറ്റേഷൻ തോന്നുന്നതാണ് പറയുന്നത്. അവളുടെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് ഒരു 10 ദിവസം 7 ദിവസമോ അങ്ങ് റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിലും അമ്മ ആ സമയത്ത് റെസ്റ്റ് അല്ലേ? അതല്ലടാ, എന്നാലും അവൾക്ക് നിന്നെ അടുത്ത റൂമിൽ കാണുന്നുണ്ട്. പക്ഷേ അവളുടെ റൂമിൽ കാണണമെന്നില്ല. അങ്ങനെ അവളുടെ മനസ്സ് മാറി. നീ അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ, എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമല്ലോ. കാര്യം ഓൾറെഡി അങ്ങനെയാണ്, 5-6 ദിവസം റെസ്റ്റ് തന്നെയല്ലേ, 10 ദിവസം എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല നീ ഇവിടെ വേണം, എനിക്ക് ഒരു ഐഡിയ തോന്നും. നീ എല്ലാ സമയത്തും പണ്ട് തൊട്ടേ ഇവിടെ തന്നെയല്ലേ ആ സമയത്തും, അങ്ങനെയൊക്കെ പോയി നിൽക്കാറില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, എനിക്കിപ്പോൾ ഒരാഗ്രഹം തോന്നുന്നു. പണ്ടത്തെ ആ ചിത്രമില്ലേ, ഞാൻ ഡിലീറ്റ് ചെയ്യാതെ എൻ്റെ ഫോൾഡറിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു വെച്ച് നോക്കും. ഞാനും ഓർക്കും, വെറുതെ എന്തിനാണ് നീ ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കുന്നത്, ഇവിടെയും പല കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മേ, അത്
നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവൾ തന്നെയാണ് ഈ ഐഡിയ പറഞ്ഞത്. ഈ ഇടയ്ക്ക് അവളുടെ മനസ്സൊന്ന് മാറിയല്ലോ, ഇങ്ങനെയൊക്കെ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് മാറിയെന്ന് പറയുമ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എങ്കിൽ പിന്നെ അമ്മ എന്തിനാണ് ഇങ്ങനെ വിരസമായി ഒരുങ്ങിക്കഴിയുന്നത്? ഒരുങ്ങിയാൽ അത് ആസ്വദിക്കാൻ ആരെങ്കിലും വേണ്ടേ? ചേട്ടനിവിടെ ഉണ്ടല്ലോ, എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അവൾ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ആര് പറഞ്ഞു? നീ നിന്റെ ഭാര്യയോട് ചോദിക്ക്. ഞാൻ പറഞ്ഞു, അവൾ അങ്ങനെ ചോദിച്ചാലൊന്നും ഉത്തരം പറയില്ല. അമ്മ പറയുന്ന കാര്യങ്ങളാണല്ലോ അവൾ എപ്പോഴും മൂളുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. നീ ഒന്ന് ചോദിച്ചു നോക്ക്. അവൾ എസ് പറയുകയാണെങ്കിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അഥവാ ഇനി നിനക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. കാര്യം ഞാൻ തീരുമാനിച്ചു. അങ്കത്തട്ടിൽ നീ ഇറങ്ങും, ഇല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ ഞാൻ പിരിക്കും. എൻ്റെ മോള് ഞാൻ പറയുന്നത് കേൾക്കുള്ളൂ, നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈഫിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈഫ്, ചേട്ടനാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിക്കാതെ, എനിക്ക് അമ്മ പറഞ്ഞത് ഓക്കെയാണ്. അമ്മയോട് ഞാനിതാ പറയുന്നത്. എനിക്ക് ചേട്ടനോട് അങ്ങനെ തുറന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ പറഞ്ഞത് കറക്റ്റാണ്. എനിക്കൊരു പ്രശ്നവുമില്ല, അത്രയേ ഉള്ളൂ. ഇനി എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. അപ്പം അവൾക്ക് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞതുപോലെ അമ്മായിമ്മ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ പെരുമാറിയില്ലെങ്കിൽ വേറൊരു ടൈപ്പുമാണ്. എന്തായാലും ഭാര്യയ്ക്ക് അടുത്ത ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടില്ല. നീ ഇവിടെ വേണമെന്ന് പറഞ്ഞു. മകളോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട്, എടി ഞങ്ങൾ രണ്ടുപേരും കൂടി പൂന്തോട്ടത്തിൽ പോയെന്ന് പൂ പറക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ പൊട്ടിച്ചിരിച്ചു. എനിക്ക് നല്ല വേദനയുണ്ട്, ഞാൻ ഒരു ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ അമ്മേ എന്ന് നിസ്സാരമായിട്ട് പറഞ്ഞു. അങ്ങനെ പൂന്തോട്ടത്തിൽ പോയി പൂ പറിക്കാൻ അവനെ നിർബന്ധിച്ചു. ഞാൻ പൂ നുള്ളണമെന്ന് വിചാരിച്ചു, പക്ഷേ പൂവും കായും നുള്ളി എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു. അവരും ഒരു ഉന്മാദിനിയെ പോലെയായിരുന്നു. അതുമാത്രമല്ല, ആ സമയത്ത് അവർ ഒത്തിരി സംസാരിക്കും, ചിരിക്കും, പിന്നെ പല കഥകളും പറയും. അവരുടെ അനുഭവ കഥകൾ പറഞ്ഞുകൊണ്ടാണ് അവർ നേരം ചെലവഴിക്കുന്നത്. അതും വ്യത്യസ്തമായ അനുഭവമായതുകൊണ്ട് വിചിത്രമായ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി അതും ഞാൻ ഓക്കെയായി. ഇനിയും നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഡം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 30 ദിവസമുണ്ടെങ്കിൽ 30 ദിവസവും വർക്കിംഗ് മാനായി മാറിയിരിക്കുന്നു. 30 ദിവസവും വർക്ക് ചെയ്യണം എന്നുള്ള അവസ്ഥയാണ്. ഇടവും വലവും ആളുകളില്ലേ, എനിക്ക് റെസ്റ്റ് ഇല്ല. റെസ്റ്റ് തരണമെന്ന് പറഞ്ഞാലും ഒട്ട് നടക്കത്തുമില്ല. അങ്ങനൊരവസ്ഥയാണ്. എല്ലാവർക്കും കേൾക്കുമ്പോഴേക്കും കൊള്ളാമല്ലോ, നല്ലതല്ലേ, ഭാഗ്യമല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ മാഡം ശരിക്കും നല്ല ക്ഷീണമുണ്ട് എനിക്ക്, അതാണ് ഒരു കാര്യം. പക്ഷെ ഞാനത് അമ്മായിമ്മയോട് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ റെമഡി ഉണ്ടെങ്കിലും അവർ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം അവരെയും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനൊന്നും പുരുഷന്മാർക്കില്ല. പുരുഷന്മാർക്ക് എല്ലാ സമയത്തും ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരി ഇഷ്ടമാണ്. അവർ എപ്പോഴും റെഡിയായിരിക്കും. ക്ഷീണമെന്ന് പറഞ്ഞതൊന്നും അവർക്കില്ല. ക്ഷീണമുള്ളവരെ നല്ല ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് ആശയവിനിമയ തകരാറ് വഴക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയില്ല. എന്നാലും എനിക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഇടയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അത് അമ്മായിമ്മയും ഞാനും അതേപോലെ തന്നെ ഭാര്യയും ചില സമയത്തിനോട് പിണങ്ങാൻ കാരണമാകുന്നുണ്ട് ഇപ്പോൾ എന്നാണ് പറഞ്ഞത്. ഏതായാലും അമ്മായിമ്മയുടെ കൽപ്പനകളും ശാസനകളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും അറിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള വിദേശ രാജ്യത്ത് താമസിച്ച എക്സ്പോഷറുള്ള ആ സ്ത്രീക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ മനുഷ്യൻ ഒരു യന്ത്രമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. മോളുടെ ഹോർമോണൽ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോഴേക്കും അവർക്ക് ഓക്കെ, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ പുരുഷൻ്റെ കാര്യം വരുമ്പോഴേക്കും അവർ എവിടെ നിന്നില്ലാത്ത, ഈ ഭൂലോകത്തിലില്ലാത്ത കുറേ ന്യായവാദങ്ങൾ നിരത്തുകയാണ്. പുരുഷനെന്താ യന്ത്രമാണോ? പുരുഷന് ക്ഷീണമില്ലേ? എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യർക്കും എല്ലാ കാര്യത്തിനും എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മയും മകളും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ആളുകളാണ്. ഇത്തരം വിചിത്രമായ മാനസികാവസ്ഥ ഉള്ള ആളുകൾക്കിടയിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വിചിത്രമായ പല വാർത്തകൾക്കും പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. ഇനിയിപ്പം ഭാര്യ ഭയങ്കര സ്വത്താണ്, അമ്മായിമ്മ ഭയങ്കര സ്വത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിചിത്രമായ നിലപാടുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും നല്ല ജീവിതം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര നന്നായി പോയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ജാഗരൂകനായിരിക്കുക. എപ്പോഴും അവരുടെ മാനസിക നിലയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിക്കുക, അറിഞ്ഞ് പെരുമാറുക. പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ പാട്ടിന് വിട്ട് പോരേണ്ടി വന്നു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം. പിന്നെ ഡീൽ ചെയ്യണമെങ്കിൽ അവരെ കൊണ്ടുപോയി ഒരു കൗൺസിലിങ്ങിനൊക്കെ നിങ്ങൾക്ക് പറ്റും? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്കുക. ശരിക്കും വിചിത്രമായ ഒരു കാര്യമാണ്. നമുക്ക് പുറത്തിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല.